നമസ്കാരം നീലകണ്ഠൻ മാഷേ. അതായത് നമ്മൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പുതുതായിട്ട് കേരളത്തിൽ ഈ വർഷം ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മുടെ ഈ ചൂടുകാലത്തോടനുബന്ധിച്ചുണ്ടാവുന്ന UV റേസ്, അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഈ അൾട്രാ വയലറ്റ് റേസ് ഏറ്റുകഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകാവുന്ന അതിൻ്റെ ഒരു പരിണാമങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അൾട്രാവയലറ്റ് റേസ് എന്ന് പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ അൾട്രാവയലറ്റ് റേസിനേക്കാൾ അപകടകരമായ ഒരു അവസ്ഥയുണ്ട്. നമുക്ക് അതിലേക്ക് രണ്ടാമത് വരാം. അൾട്രാവയലറ്റ് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കണ്ണിന് കാണുന്നുണ്ടല്ലോ, കണ്ണിന് കാണുന്നതിനേക്കാൾ മുകളിലുള്ള ഫ്രീക്വൻസി ഉള്ള ഈ നമുക്ക് കാണാൻ കഴിയുന്നത് റെഡ് മുതൽ മറ്റേ ഇതുവരെ വയലറ്റ് മുതൽ റെഡ് വരെ അത്ര റെഡ് ഏറ്റവും കുറവ്, വയലറ്റ് ഏറ്റവും കൂടുതൽ, ഇതിനിടയിലേക്ക് കാണാൻ പറ്റും. അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഫ്രീക്വൻസി കൂടിയ രശ്മികളാണ്. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അറിയാൻ പറ്റും. അതറിയാനുള്ള ടെക്നോളജി ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ചില സ്കോപ്പുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നാട്ടുകാർക്ക് കാര്യമില്ല. അപ്പോൾ അൾട്രാ വയലറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കണ്ണിൽ കുറെ നേരം ഒരു പ്രത്യേക രശ്മി അടിച്ചാൽ നമ്മുടെ കണ്ണിനൊരു അസ്വസ്ഥത വരും. ഒരു സാധാരണ കാണുന്ന രശ്മി തന്നെ ഇപ്പൊ വലിയ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് വെള്ളയാണെങ്കിൽ പോലും നമുക്കൊരു മങ്ങൽ വരും. ഇത് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് അറിയ പോലുമില്ല. കണ്ണിലേക്ക്, തലയിലേക്ക്, മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് ഇത് വരാം. ഇത് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് പ്രത്യേകിച്ചും കണ്ണ്, ചെവി, നമ്മുടെ അതുപോലെയുള്ള അവയവങ്ങൾ, തൊലി, ത്വക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റുവാങ്ങുന്നത്. ഈ അവയവങ്ങളിൽ ഇത് വലിയ തോതിലുള്ള രാസപ്രവർത്തനങ്ങൾക്ക് വഴിവെക്കും. രാസപ്രവർത്തനങ്ങൾ ഇപ്പൊ കണ്ണിൽ രാസപ്രവർത്തനം നടന്നാൽ കണ്ണിൽ ചൂടാവുക, കണ്ണ് എന്താ പറയാ, ഇത് ഇങ്ങനെ കണ്ണ് ചൂടായാൽ നമുക്കറിയാലോ, കണ്ണ് ചൂടായി കഴിഞ്ഞാൽ കണ്ണിന് വെള്ളം വരിക. കാരണം കണ്ണിന് ചൂട് കളയാനുള്ള ഒരേ ഒരു വഴി വെള്ളം കൊണ്ടല്ല. നമ്മള് സങ്കടം വരുമ്പോൾ മാത്രമല്ലോ കരയുക. ഉള്ളി നുറുക്കുമ്പോൾ കരയും നമ്മള്, കാരണം ഉള്ളി നുറുക്കുമ്പോൾ എന്താ കരയണ്, ഇത് ചെല്ലുമ്പോൾ അതിന് പുറത്ത് കളയാനാണ് ഈ കരയണ, കണ്ണിന് വെള്ളം ഗ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന. അതുപോലെ ഇത് ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്താൽ പോലും കഴിയാത്ത തരത്തിലേക്ക് ഇത് കണ്ണിൽ പ്രശ്നം വരും. അതുപോലെ ഇപ്പൊ വെൽഡിങ് ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്, ഒരു മാസ്ക് വെച്ചിട്ടാ വെൽഡ് ചെയ്യാം. മാസ്ക് വെച്ച് വെൽഡ് ചെയ്യണം ചില അതിൽ അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, വെൽഡിങ് മെഷീൻ വരുന്നുണ്ട്. നമ്മൾ ഒരു ഇത് മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയാത്തതും ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, രണ്ട് ഇൻഫ്രാറെഡ് റെഡിനേക്കാൾ താഴെ. അപ്പൊ ഈ അൾട്രാവയലറ്റ് റേസ് സൂര്യനിൽ നിന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഇത് തടഞ്ഞിരുന്നത് പ്രധാനമായും ഓസോൺ ലെയറാണ്. ഓസോൺ എന്ന് പറയുന്ന അതിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഓസോൺ ലെയർ വിള്ളൽ വീഴുമ്പോൾ ഓസോൺ, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് മീതെയാണ് ഈ ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയറിലേക്ക് ഇത് വന്ന്, ഓസോൺ ലെയറിൽ ഹോള് വന്നാൽ ഇത് നേരെ ഭൂമിയിലേക്ക് വരും. ഇത് നേരെ ഭൂമിയിലേക്ക് വന്നാൽ നമ്മുടെ കണ്ണിലോ ശരീരത്തിലോ പെട്ടാൽ പലതരത്തിലുള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ വളരെ കാര്യമായിട്ട് കണ്ടിട്ടുണ്ട്. ത്വക്ക് രോഗം പലർക്കും, പ്രത്യേകിച്ച് ഈ പാശ്ചാത്യർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് സീ ബാത്ത് എന്ന് പറയും, ബീച്ച് ബാത്ത്. ബീച്ചിൽ പോയി ഇങ്ങനെ തുണിയൊക്കെ കഴിച്ചിട്ട് കിടക്കും. സംഗതി അവർക്ക് നല്ല സുഖമാണ്, പക്ഷെ ഈ സാധനം പ്രശ്നമാണ്, അൾട്രാവയലറ്റ് റേസ്. കാരണം ഇത് ബോഡിയിൽ മുഴുവൻ ഒന്ന് വീഴാണ്. അപ്പോൾ ഇത് തടയുക എന്നുള്ളത് നമ്മുടെ വളരെ പ്രധാനമാണ്. ഇത് വേറൊരു കാര്യം പറഞ്ഞു, കാഴ്സിനോമ വരാം, ക്യാൻസർ വരാം, കണ്ണിന് എന്ത് വേണേലും, സ്കിൻ ക്യാൻസർ വരാം, കണ്ണിന് പ്രശ്നങ്ങൾ വരാം, ചെവിക്ക് വരാം. അത് നമ്മുടെ ബോഡിയും കൂടി അനുസരിച്ചാ. ഇപ്പൊ എല്ലാവർക്കും അത് വന്നോളുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കും. സാധാരണ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ചൂട് ലൈറ്റ് കുറയ്ക്കാം, പക്ഷെ അൾട്രാവയലറ്റിന് കൂളിംഗ് ഗ്ലാസ് വരാം. അതിന് പ്രത്യേക ഗ്ലാസ് ഉണ്ട്, UV റേസ്. പ്രത്യേകിച്ച് നമ്മുടെ പോളറോയിഡ് ലെൻസ്. നമ്മുടെ 2 വീലർ ഓടിക്കുന്നവർ അവർ എക്സ്പോസ്ഡ് അല്ലേ, അവർക്കിത് വളരെ കൂടുതൽ വരും. കാരണം നമ്മുടെ ഇവിടെ ഒന്നും ഇപ്പൊ കോട്ടൊന്നും ഇടില്ലല്ലോ, എല്ലാവരും ഇടുന്നല്ലേ. അപ്പൊ ഈ ആകെയുള്ള ഒരു ഹെൽമെറ്റാണ്. ഹെൽമെറ്റിന്റെ ഒരു ചെറിയ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചീള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നിരന്തരം ഇങ്ങനെ ഈ ചൂടിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ഇത് അതുപോലെ നിർത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ബോഡിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരും. ഇതാണ് ഒരു കാര്യം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇതല്ല സത്യത്തിൽ. നമ്മൾ അത് തന്നെ എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെ. നമ്മൾ അൾട്രാവയലറ്റ് എന്ന് പറയുന്നതിനേക്കാളിലും അപകടകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാത്ത ഒരു സംഗതിയാണ് സൂര്യാഘാതം, സൂര്യതാപം, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ പല ഹീറ്റ് ഐലൻഡുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല, ആരും അത് ജനങ്ങൾക്ക് മുന്നറിയിപ്പും കൊടുക്കുന്നില്ല. അതാണ് ഹീറ്റ് ഐലൻഡ്. അതൊന്ന് വിശദീകരിക്കും. അത് തീർച്ചയായിട്ടും പറയണം. കാരണം ഇപ്പൊ നമ്മൾ കൊച്ചി നഗരത്തിലായിരിക്കുന്നു, നമ്മൾ കലൂരിനടുത്താണ് ഇരിക്കുന്നത്, 1 കിലോമീറ്റർ ഉള്ളൂ കലൂർക്ക്. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്ന ടെമ്പറേച്ചറിന്റെ പല മടങ്ങായിരിക്കും ചിലപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കലൂർ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ.
നമ്മൾ എവിടെയാ ഇപ്പൊ കൊച്ചിയിലെ ടെമ്പറേച്ചർ എന്നുണ്ട് വൈകുന്നേരം കാണിക്കൂലേ, അത് എവിടത്തെ ടെമ്പറേച്ചർ കാണിക്കണമെന്ന് എനിക്കറിയില്ല. ഇതെന്താ, ഇവിടെയാണ് ഹീറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞത്. ഹീറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് സൂര്യതാപം മാത്രമല്ല ചൂടാക്കണേ. നമ്മുടെ ചൂടാക്കുന്നത് സൂര്യന്റെ താപം മാത്രമല്ല, നമ്മൾ പുറത്തുവിടുന്ന താപമുണ്ട്. ഉദാഹരണത്തിന് വാഹനം താപം പുറത്തുവിടുന്നുണ്ട്. അവരുടെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ചൂടാണ്. ഈ വാഹനം എന്ന് പറഞ്ഞാൽ വാഹനം മാത്രമല്ല, വാഹനത്തിന് AC ഉണ്ടെന്നൊക്കെ. AC ചൂട് പുറത്തുവിടുന്നുണ്ട്. തൊട്ടടുത്ത് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളിൽ നിന്ന് വലിയ തോതിൽ AC വെച്ചിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും എല്ലാ കെട്ടിടവും AC ആണ്. അവിടെ നിന്ന് ചൂട് ധാരാളമായി പുറത്തു വരുന്നുണ്ട്. റെഫ്രിജറേറ്റർ, ഇപ്പൊ മാർക്കറ്റ്, കട പ്രദേശങ്ങളിൽ റെഫ്രിജറേറ്റർ ഉണ്ട്. ഇത് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക സ്ഥലത്തേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടെ എയർ സർക്കുലേഷൻ കുറയുകയും ചുറ്റും ധാരാളം ബിൽഡിംഗ് ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോഴാണ് ഹീറ്റ് ഐലൻഡ് രൂപപ്പെടുന്നത്. ഓക്കെ, അത് മാത്രം ഒരു ഫാക്ടറും കൂടെ ഞാൻ പറയാം. തിരുവനന്തപുരത്തും കോട്ടയമൊക്കെ ധാരാളമായിട്ട്, എറണാകുളത്ത് അധികം കണ്ടിട്ടില്ല, വെളിയിൽ വെച്ച് ചിപ്സ് ഇങ്ങനെ കുക്കിംഗ് അതിൽ പ്രധാനമാണ്. ചിപ്സ് വറക്കുക, മറ്റേ അത് മാത്രമല്ല കടികളൊക്കെ പിന്നെ പകലധികമില്ല എന്നാലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ ഈ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോകത്തിപ്പോ വികസിത രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും, ഇന്ത്യയിൽ തന്നെ അതിന്റെ ചില ചർച്ചകൾ വന്നിട്ടുണ്ട്. ഞാൻ അത്ഭുതകരം, ലോകത്തെ ഏത് കാര്യവും ആദ്യം അറിയുന്ന മലയാളി ഇത് അറിഞ്ഞിട്ടില്ല. ഹീറ്റ് ഐലൻഡ് എന്നൊരു വാക്ക് മലയാളി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇല്ല, സംസ്ഥാന സർക്കാരും ഇല്ല, ആരും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു വന്നപ്പോ കണ്ടൊരു കാര്യം, ലോകത്ത് പല രാജ്യങ്ങളിലും അവർ പറയുന്നത് ഈ നഗരങ്ങളിലാണ് പ്രധാനം. നഗരങ്ങളിലെ ഹീറ്റ് ഐലൻഡ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് കൊച്ചിയിൽ 11 മുതൽ 3 വരെ ഒരു പണി ആരും പുറത്തിറങ്ങരുത്. അത് നടക്കാൻ പോണ കാര്യമല്ല. മനുഷ്യന് പണിയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം ചില സ്ഥലത്തൊക്കെ നിർത്തിവെക്കും, പക്ഷെ എല്ലാ സ്ഥലത്തും നിർത്തിവെക്കുന്നില്ല. പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അതിഥി തൊഴിലാളികളാണ്. അവരൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യൂല. അവരെ ബ്രോയിലർ കോഴികളെ പോലെ രാവും പകലോട്ട് 3 ഷിഫ്റ്റ് ആണ്, അപ്പൊ നിർത്താൻ പറ്റില്ല. അപ്പൊ അത് ഒരു ലാഭം. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഇപ്പൊ റോഡ് പണിയാവാം, വീട് പണിയാവാം, മറ്റെന്തെങ്കിലും നിർമ്മാണമാവാം, ഇലക്ട്രിക് വർക്ക് ആവാം. ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഈ ഹീറ്റ് ഐലൻഡിലാണ് ഇത് വരുന്നതെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ മോണിറ്റർ ചെയ്യണം. മിക്കവാറും ഇപ്പൊ പുറത്തുള്ളതിനേക്കാൾ 4-5 ഡിഗ്രി വരെ കൂടിയ ഹീറ്റ് ഐലൻഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ അത് മുഴുവൻ ഗവേഷണം നടത്തിയിട്ടില്ല. കൊച്ചി സർവകലാശാലയ്ക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ ഹീറ്റ് അവർക്ക് നല്ല വിദഗ്ധരുണ്ട്. അപ്പൊ ഹീറ്റ് ഐലൻഡ്സ് എവിടെയാണ് രൂപപ്പെടുന്നത്? ഒരു നഗരത്തിൽ. ആ നഗരത്തിൽ ഹീറ്റ് ഐലൻഡ് രൂപപ്പെടുന്ന സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിയന്ത്രണം കൊണ്ടുവരിക. ഉദാഹരണത്തിന് ഇപ്പൊ കലൂരാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ, കലൂര് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കലൂർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ കലൂര്, എടപ്പള്ളിയൊക്കെ വൈറ്റില, ഈ 3 സ്ഥലങ്ങൾ നമ്മൾ വളരെ ഗൗരവതരമായി കാണേണ്ട സ്ഥലങ്ങളാണ്. ഒരു പക്ഷേ മറൈൻ ഡ്രൈവിൽ അത്ര ഉണ്ടാവില്ല, കാരണം കുറച്ചുകൂടി കാറ്റും ഉണ്ട്. ഇവിടെ ഒന്നും വായു പ്രവാഹം തന്നെ കാര്യമായിട്ടില്ല. വലിയ കെട്ടിടങ്ങൾ ചുറ്റുമുണ്ട്, ഓവർബ്രിഡ്ജ്, പാലം, മെട്രോ, ഇതെല്ലാം കൂടി. ഇപ്പൊ നമ്മൾ മെട്രോ ഓടുന്നുണ്ട്. മെട്രോ തണുത്തിട്ടാകത്ത് അല്ലെ, എ സി ആണ്. പക്ഷെ മെട്രോയ്ക്ക് പുറത്ത് നിങ്ങളൊരു AC ഉപയോഗിക്കുമ്പോൾ ആ ചൂട് നിങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെയാണല്ലോ തണുപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ ചൂട് ഏറ്റുവാങ്ങി പുറത്തേക്ക് വിട്ടിട്ടല്ലേ തണുപ്പിക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്ന സംഗതി അടിയന്തരമായി പഠിച്ചില്ലെങ്കിൽ സംഭവിക്കുക എന്താ? ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂട്ടറുമായിട്ട് ഹീറ്റ് ഐലൻഡിൽ കയറും, കലൂർ സിഗ്നലിൽ അല്ലെങ്കിൽ വൈറ്റില സിഗ്നലിൽ നിങ്ങൾ കിടക്കും. ഒരു 10 മിനിറ്റ് നിങ്ങൾ കിടക്കും. ചിലപ്പോൾ 10, നമുക്കറിയാലോ ബ്ലോക്കൊക്കെ, 10 മിനിറ്റ് കാറിന് അത്ര അറിയില്ല, 2 വീലർ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് നേരിട്ട് ഏൽക്കുകയാണ്. ഇത് വലിയ തോതിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. ആദ്യത്തെ ലക്ഷണം അതാണ്. ബോഡിയിൽ നിന്ന് വെള്ളം പോകുന്നതാണ്. ബോഡിയിൽ നിന്ന് വെള്ളം പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ദാഹം തോന്നുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലം. ഈ ലോകത്ത് ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഇപ്പോ 35 ഡിഗ്രി കൊച്ചിയിലെ 35 ഡിഗ്രി ഡൽഹിയിലും 2 തരത്തിലാണ്. 35 ഡിഗ്രി കൊച്ചി എന്ന് പറഞ്ഞാൽ വിത്ത് ഹ്യൂമിഡിറ്റിയാണ്. അപ്പൊ അത് അവിടെ ഈ പിന്നെ ഈർപ്പമില്ലാത്ത, അപ്പൊ നമ്മൾ വേർക്കില്ല. അത് വേറെ പ്രോബ്ലമാണ്. പക്ഷെ ഹീറ്റ് ഐലൻഡിൽ നമ്മൾ വേർക്കുകയും നമ്മുടെ താപം നഷ്ടപ്പെടുകയും ഈ വെള്ളം നഷ്ടപ്പെടുകയും നിർജലീകരണം, ഡീഹൈഡ്രേഷൻ, ലവണങ്ങളും കൂടെ ലവണം നഷ്ടപ്പെടും. ഇത്തിരി പ്രായമായവർക്കാണ് ഈ പൊട്ടാസ്യം, സോഡിയം ഇതൊക്കെ കുറവുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഈ ലെവൽ താഴും. ഇതിന്റെ കാരണം ഉപ്പാണല്ലോ നമ്മൾ പുറത്ത് കളയുന്നത്, സോൾട്ടല്ലേ കളയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ ബ്രെയിൻ ഇത് ബാധിക്കും. ബ്രെയിൻ, കാരണം നമ്മുടെ കാഴ്ച ശക്തി ബാധിക്കാം.
വണ്ടി ഓടിക്കുന്നവരാണ്. കാഴ്ചശക്തിയെ ബാധിക്കാം, ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കുറയാം, കേൾവിയെ ചിലപ്പോൾ അത് ബാധിക്കാം താൽക്കാലികമായിട്ട്. ചിലർക്ക് സംഭ്രമം, നമ്മൾ പറയില്ലേ, ഈ പ്രഷർ കൂടാം ചിലർക്ക്. ഇത്തരം നിരവധി, ഇതൊരു വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് സംഭവിച്ചാൽ എന്താ സംഭവിക്കുമെന്ന് ആലോചിച്ചു. അത് അപ്പൊ ഹീറ്റ് ഐലൻഡ് എന്നുള്ളത് കൊച്ചിയിലുണ്ട്. ചിലപ്പോ തളർന്നു വീഴാം. വീണാൾക്ക് വേറെ അപകടം പറ്റും, വേറെ വണ്ടി ഒന്ന് കയറാം. ഞാൻ പറഞ്ഞേ, ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് അത് വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുപോലെ ഇപ്പൊ പുതിയ ട്രക്കുകൾ കുറെ എണ്ണമൊക്കെ എ സിയാ, പക്ഷെ പഴയ ട്രക്കുകളൊന്നും എ സി അല്ല. അവിടെ ഹീറ്റ് ലൈനിന്റെ പ്രശ്നം അവര് പുറത്തേക്ക് അല്ല, ഞാൻ പറഞ്ഞ ട്രക്ക് ഓടിക്കുന്നവർ കംഫർട്ടാണ്, ഓടിക്കുന്നവർ കംഫർട്ടാണ് ഇപ്പൊ. പക്ഷെ എന്നാലും എല്ലാ എ സി അല്ല. ഈ ഹീറ്റ് ഐലൻഡിൽ കൊണ്ടുവന്ന് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഭാരത് ബെൻസ് ഒക്കെ ഇപ്പൊ എ സി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് എ സി അല്ലാതെ പറ്റില്ല എനിക്ക്. പക്ഷെ അങ്ങനെ അവർ ഈ മരുഭൂമി പോലെയുള്ള പ്രദേശത്തു കൂടിയൊക്കെ ഓടണം, നല്ല പകല് ഫുൾ ഓടണം. പക്ഷെ അത് ഹീറ്റ് ഐലൻഡിൽ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞു. അവർ എ സി കൊണ്ടുവന്ന് ട്രക്ക് നിർത്തിയാൽ അത് വളരെ ഹെവി എ സി ആയിരിക്കും. പിന്നെ ഈ മത്സ്യം കൊണ്ടുപോകുന്ന വലിയ കണ്ടെയ്നറുകൾ, അതൊക്കെ എ സി ഐലൻഡ് പറ്റില്ല, കാരണം അത് പച്ചക്കറി കൊണ്ടുപോകും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുകയും ഈ പ്രതിസന്ധി ആളുകളെ ബാധിക്കുകയും ചെയ്യും. ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ കൊച്ചിയിലെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഹീറ്റ് ഐലൻഡിലെ ടെമ്പറേച്ചർ അല്ല നോക്കുന്നെങ്കിൽ, ഇപ്പൊ 34 ഡിഗ്രി കൊച്ചിയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 34 ഡിഗ്രി ആവറേജ് ടെമ്പറേച്ചർ ആയിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് 38ഉം 40ഉം വരെ ഇൻ ഇഫക്റ്റ്, നമുക്ക് ഡിഫാക്ട് എന്നുള്ള ഇൻ ഇഫക്റ്റ് വരികയാണ്. 38 നമ്മുടെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എത്ര എന്ന് പറയുന്നതിൽ കാണുകയില്ല. അപ്പൊ എന്ത് പറ്റും, അവിടെ ഒന്നും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. അടിയന്തരമായി കൊച്ചി എങ്കിലും തുടങ്ങേണ്ടത്, നമ്മൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉള്ള ആളുകളാണ്, ശാസ്ത്രം എല്ലാം ഉണ്ട്. കൊച്ചിയിലെ ഹീറ്റ് ഐലൻഡ്സ് എവിടെയൊക്കെ രൂപപ്പെടുന്നു എന്നുള്ളത് കാണണം. ഇതിന്റെ കൂടെയാണ് മറ്റ് പൊല്യൂഷൻസ് വരുന്നത്. ഇതിന്റെ കൂടെയാണ് മറ്റ് പൊല്യൂഷൻ. ഇപ്പോൾ എയർ പൊല്യൂഷൻ വേറെ തരത്തിൽ വരുന്നു, നോയിസ് പൊല്യൂഷൻ. ഇതെല്ലാം കൂടി ആകുമ്പോൾ മനുഷ്യന് മാനസികമായി വലിയ സംഘർഷം ഉണ്ടാവും, ബ്രെയിനെ ഇത് ബാധിക്കാം. അങ്ങനെ വന്നാൽ അത് തടയണം. അത് തടയുക എന്നുള്ളത് നിർബന്ധമായും നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ കടമയാണ്. ഇപ്പൊ കോർപ്പറേഷൻ ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാർ, ഏത് സർക്കാർ എന്നുള്ളതല്ല വിഷയം, അത് തടയാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കും. എയർ പൊല്യൂഷനേക്കാൾ വലിയൊരു ഭീഷണിയാണ് തീർച്ചയായിട്ടും ഹീറ്റ് ഐലൻഡ്സ് തിരിച്ചറിയുകയും അത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും വേണ്ട മുൻകരുതൽ എടുക്കുകയും ചെയ്യേണ്ട അടിയന്തര ആവശ്യം ഭരണം നിയന്ത്രിക്കുന്നവർക്കും ചുക്കാൻ പിടിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഉണ്ട്.